എല്ലാവർക്കും എക്സാമിന് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് 9ാം ക്ലാസ്സിന് മലയാളം ഫസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഉറപ്പായും ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന രണ്ട് കഥാപാത്ര നിരൂപണങ്ങളുണ്ട്. രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ KP രാമനുണ്ണി എഴുതിയ അച്യുതമാമ എന്ന കഥയിലെ രണ്ട് കഥാപാത്രങ്ങളില്ലേ, നമ്മുടെ മാധവനും അച്യുതമാമയും അല്ലേ. നമുക്കറിയാം 9ാം ക്ലാസ്സിലെ ഈ മലയാളം ഫസ്റ്റിൻ്റെ കഥാപാത്രം നിരൂപണം ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യത ഉണ്ടാകുമെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അച്യുതമാമയും മാധവനും. അപ്പോൾ മലയാള സാഹിത്യത്തിൽ തൻ്റേതായ രചനാശക്തി കൊണ്ട് തൻ്റെ രചനകളെ അടയാളപ്പെടുത്തിയ KP രാമനുണ്ണിയുടെ മനോഹരമായ കഥയാണ് അച്യുതമാമ. കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യമാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ കുടുംബ ബന്ധത്തെ ഒത്തിരിയധികം സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നന്മയുടെ കഥാപാത്രമായി അച്യുതമാമ മാറുകയും, എന്നാൽ തിരക്ക് കാരണം, പണത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നതിന് കാരണം കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യം കൊടുക്കാത്ത കഥാപാത്രമായി ആര് മാറുന്നുണ്ട്? മാധവൻ മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്യുതമാമ പിന്നെ ആരാ മക്കളെ? മാധവൻ. അച്യുതമാമ, മാധവൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളും ചിലപ്പോൾ നിരൂപണങ്ങളായി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഈ കഥാപാത്ര നിരൂപണത്തെ നമ്മൾ തയ്യാറാക്കാൻ പഠിക്കാൻ പോവുകയാണ്. സെറ്റലടാ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നു അച്യുതമാമ അല്ലേ. അച്യുതമാമ. ഈ അച്യുതമാമ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പേര് തന്നെയാണ് നമ്മുടെ കഥയുടെയും പേര്, അച്യുതമാമ. അപ്പോൾ കുടുംബ ബന്ധത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തെ അത്രയധികം സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ഒരു കഥാപാത്രമായി അച്യുതമാമ കടന്നു വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കഥാപാത്രം ഒന്ന് പഠിച്ചു പോയാലോ? അപ്പോൾ ആദ്യം നിങ്ങളെ കഥാപാത്ര നിരൂപണം എഴുതുമ്പോഴേ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് തലക്കെട്ടായി കൊടുക്കണം. എന്നിട്ട് ഏത് കഥയിലെ, ഏത് എഴുത്തുകാരൻ്റെ കൃതിയിലെ കഥാപാത്രമാണെന്നൊക്കെ നിങ്ങൾ വ്യക്തമാക്കണം കേട്ടോ. അപ്പോൾ എഴുതുക KP രാമനുണ്ണിയുടെ മനോഹരമായ കഥയായ അച്യുതമാമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒരാളാണ് അച്യുതമാമ എന്ന് പറഞ്ഞ് തുടങ്ങാം. എന്നിട്ട് കഥാപാത്രത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയും എല്ലാം തന്നെ കൃത്യമായി നിങ്ങൾ അടയാളപ്പെടുത്തണം കേട്ടോ. നോക്കാം. അച്യുതമാമ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ആര്? അച്യുതമാമ. അച്യുതമാമയുടെ പ്രകൃതം തിരക്കുള്ള കഥാനായകന് ഒരിക്കലും സ്വീകാര്യമായതല്ല. അച്യുതമാമയുടെ പ്രകൃതം, അച്യുതമാമയെ കാണുമ്പോൾ തന്നെ നമ്മുടെ എഴുത്തുകാരന് അല്ലെങ്കിൽ നമ്മുടെ മാധവന് എന്താണ്? മാധവന് എന്തായി തോന്നുന്നു? ഒരു നീരസം വരുന്നു. കാരണം തിരക്കേറിയ തൻ്റെ ജീവിതത്തിൽ ബിസിനസ്സിൻ്റെയും ജോലിയുടെയും തിരക്കിൽ നിന്നും അച്യുതമാമയ്ക്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റ് ആരുടെ കയ്യിലില്ല? മാധവൻ്റെ കയ്യിലില്ല. മാധവൻ പറയുകയാണ്, അയ്യോ 2 മണിക്കൂറൊക്കെ സംസാരിക്കണമല്ലോ. അച്യുതമാമ ചോദിക്കുന്നില്ലേ, മാധവ എനിക്കൊരു 2 മണിക്കൂർ തരുമോ സംസാരിക്കാനെന്ന്? അപ്പോൾ മാധവൻ പറയുകയാണ്, അയ്യോ അച്യുതമാമ 2 മണിക്കൂറോ? ഇറ്റ്സ് ഇമ്പോസിബിൾ, അത് നിങ്ങൾക്ക് പറ്റൂല, വേണമെങ്കിൽ അടുത്ത ഞായറാഴ്ച നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും അച്യുതമാമയെ ആര് പറ്റിച്ചു? മാധവൻ പറ്റിച്ചു. അപ്പോൾ കുടുംബ ബന്ധത്തിന് അത്രയേറെ ക്ഷമയോടെ കാത്തിരിക്കുന്ന, സംസാരപ്രിയനായ, അത്രയേറെ മനസ്സിൽ സ്നേഹവും ശുദ്ധതയും നിഷ്കളങ്കതയുമുള്ള കഥാപാത്രമാണ് അച്യുതമാമ. 2 തലമുറകൾ തമ്മിലുള്ള അന്തരമാണ് ഈ കഥയിലൂടെ ഉടനീളം കാണാൻ സാധിക്കുക. 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള അന്തരം. ഏതൊക്കെ 2 കഥാപാത്രങ്ങൾ? ഒന്ന് മാധവൻ, ഒന്ന് അച്യുതമാമ. ഈ അച്യുതമാമയിൽ നിന്നും മാധവനിലേക്ക് വരുമ്പോഴുള്ള ഒരു വ്യത്യാസം, പഴയ തലമുറയിൽ നിന്നും ഇന്നത്തെ തലമുറയിലേക്ക് വരുമ്പോൾ കുടുംബത്തിൻ്റെ സ്നേഹം, വിശ്വാസം, ഒരു നിഷ്കളങ്കത എല്ലാം കുറഞ്ഞു വരികയാണ്. അതൊക്കെ ഈ ഒരു കഥാഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മക്കളെ പറയണേ, അന്തരമാണ് ഈ കഥയിലുടനീളം കാണാൻ സാധിക്കുക. അച്യുതമാമയുടെ സ്വഭാവ രീതി കഥയുടെ തുടക്കത്തിൽ തന്നെ കഥാനായകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അല്ലേ. അച്യുതമാമയെക്കുറിച്ച് ആദ്യം തന്നെ കഥാനായകൻ പറയുന്നുണ്ട്, എല്ലാവരോടും ഒരുപാട് സംസാരിക്കുന്ന കഥാപാത്രം, ഒരുപാട് വിശേഷങ്ങൾ പറയുന്ന കഥാപാത്രം, പക്ഷേ അദ്ദേഹത്തെ കേൾക്കാൻ ആർക്കും സമയമില്ല. മക്കളെ, നമ്മുടെ കുടുംബത്തിലുള്ള അതേപോലെ ആൾക്കാർ ഒരുപാട് സംസാരിക്കുന്ന, ഫോൺ വിളിച്ചാൽ നിർത്തൂല, നേരിട്ട് കണ്ടാൽ ആ വിശേഷം പറഞ്ഞ് നിർത്തൂല. പക്ഷെ നമുക്ക് എന്താണ് അവരോട് നീരസമാണ്. എത്ര സമയം അവർ സംസാരിക്കുന്നത്, ഈ സംസാരിച്ച നിർത്തേ ഇല്ലേ എന്നാണ് നമ്മുടെ ചിന്താഗതി. അത്തരത്തിലുള്ള ആൾക്കാർ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും അല്ലേ. പക്ഷേ അവർ മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള കഥാപാത്രങ്ങളായിരിക്കും. ഈ കഥയിലേക്ക് വരുമ്പോൾ അച്യുതമാമ അത്തരത്തിൽ ഒരുപാട് സ്നേഹമുള്ള കഥാപാത്രമാണ് എന്ന കാര്യം എൻ്റെ മക്കൾ മനസ്സിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നും ഒതുക്കി പറയുന്ന ശീലം അച്യുതമാമയ്ക്കില്ല. പരത്തി വിശദീകരിച്ച് ഒന്നിൽ നിന്ന് തുടങ്ങി ഓരോന്നോർത്ത് പറയണം അമ്മാമ്മയ്ക്ക് അല്ലേ. ഓർത്തോർത്ത് പറയണം. ഒന്നും ചുരുക്കി അച്യുതമാമ പറയില്ല. അപ്പോൾ എഴുതുക, കാര്യങ്ങളെ ചുരുക്കി പറയാതെ പരത്തി പറയുന്ന വാക്കുകളുടെ പ്രസരമുള്ള കഥാപാത്രമായി അച്യുതമാമ മാറുന്നു. അത് നാട്ടുമ്പുറത്തെ ആൾക്കാരുടെ സവിശേഷതയാണ്. നിങ്ങൾ
ലൗഡ് സ്പീക്കർ സിനിമ കണ്ടിരുന്നു മമ്മൂട്ടിയുടെ, തോപ്രാംകുടിയിലെ മമ്മൂട്ടിയുടെ സിനിമ, തോപ്രാംകുടിക്കാരനായിട്ട് മമ്മൂട്ടിയുടെ ഇടുക്കിക്കാരനായിട്ട്. അതിൽ ഈ നാട്ടുമ്പുറത്തെ ആൾക്കാർ ഒരുപാട് സംസാരിക്കും. ഈ നഗരത്തിലെ ആൾക്കാർക്ക്, ടൗണിലെ ആൾക്കാർക്ക് സംസാരിക്കാൻ സമയമില്ല. അപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന നാട്ടിൻ പുറത്തിൻ്റെ ഐശ്വര്യവും നന്മയുമുള്ള ഹൃദയവിശുദ്ധിയുള്ള കഥാപാത്രമാണ് അച്യുതമാമ എന്ന കഥാപാത്രം. അപ്പം അച്യുതമാമയെ കുറിച്ച് പറയുകയാണ് ആര്, മാധവൻ. ഒന്നും ചുരുക്കി പറയില്ല, എല്ലാം പരത്തി പറയുന്ന കഥാപാത്രമാണ് അച്യുതമാമ എന്ന്. എന്നാൽ കഥയിലുടനീളം തൻ്റെ നേരങ്ങളെ അളന്നു തിട്ടപ്പെടുത്തി ജീവിക്കുന്ന കഥാനായകൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് അമ്മാമ്മയുടെ കഥകൾക്ക് ചെവി കൊടുക്കാൻ നേരമില്ല. അമ്മാമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അച്യുതമാമ, പക്ഷേ അമ്മാമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആര്, മാധവൻ, അച്യുതമാമയെ. പക്ഷേ ആ ഒരു സ്നേഹത്തിന് പ്രതിഫലമായി സമയം കൊടുക്കാൻ ആരുടെ കയ്യിൽ സമയമില്ല, നമ്മുടെ മാധവൻ്റെ കയ്യിൽ സമയമില്ല. അച്യുതമാമ ആവശ്യപ്പെട്ട 2 മണിക്കൂർ പോലും കൊടുക്കാൻ കഴിയാത്ത കഥാപാത്രമായി മാധവനും മാറുന്നുണ്ട്. കഥാനായകന് അച്ഛന് പകരമായവനാണ് അമ്മാമ. തൻ്റെ അമ്മയുടെ അതേ മുഖച്ഛായ ഉള്ളയാൾ, അല്ലേ, അച്ഛൻ്റെ പകരമായി വന്നവനാണ്. കഥാപാത്ര നിരൂപണത്തിൽ പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ ഇത്. എന്താണ്? നമ്മുടെ കഥാനായകനായ മാധവൻ്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഈ മാധവൻ്റെ അച്ഛൻ മരിച്ച ശേഷം മാധവനെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത കഥാപാത്രമാണ് അച്യുതമാമ. മാധവൻ്റെ കൂടെ നിന്ന കഥാപാത്രം, മാധവനെ ഒരുപാട് സ്നേഹിച്ച കഥാപാത്രം. മാധവനെ ഉത്സവത്തിന് കൊണ്ടുപോയി മാധവന് കളിപ്പാട്ടങ്ങളും മിഠായികളും മധുര പലഹാരങ്ങളും വാങ്ങിക്കൊടുത്തു. മാധവനെ പുറത്തിലേറ്റി കുതിര കളിക്കുകയും ആന കളിക്കുകയും ചെയ്തു. അമിട്ട് പൊട്ടുന്ന പോലെ ഉറക്കെ ചിരിച്ച് മാധവനെ ചിരിപ്പിച്ച കഥാപാത്രം, സ്നേഹനിധിയായ അച്ഛനില്ലാത്ത കുറവ് മാധവനെ അറിയിക്കാത്ത കഥാപാത്രമായി ആര് മാറുന്നുണ്ട്? നമ്മുടെ അച്യുതമാമ മാറുന്നുണ്ട്. അത്തരത്തിലെ മനുഷ്യബന്ധങ്ങൾക്ക്, കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന അച്യുതമാമ. അതുകൊണ്ടല്ല അവസാനം മാധവൻ പുറകെ സഞ്ചരിക്കുന്ന പണത്തെ വെറുതെ 2 ലക്ഷം രൂപ ആര് കൊടുത്തത്? മാധവന് അച്യുതമാമ കൊടുത്തത്. എന്നിട്ട് പറയുന്നുണ്ട്, തറവാട് വീട് വിറ്റപ്പോൾ കിട്ടിയ ഈ 2 ലക്ഷം രൂപ നിൻ്റെയും അമ്മയുടെയും ഷെയറാണ്, ഓഹരിയാണ്, നിനക്ക് തരുന്നു. ഒരു കത്തിൽ എഴുതുന്നുണ്ട്, ഞാൻ പോവുകയാണ്, ഞാൻ യാത്ര പോവുകയാണ്, തിരിച്ചു വരവില്ല. ഭാര്യ മരിച്ച ശേഷം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട കഥാപാത്രമായി, വേദനിക്കുന്ന കഥാപാത്രമായി ആര് മാറുന്നു? നമ്മുടെ അച്യുതമാമ മാറുന്നുണ്ട് കഥയിൽ. തൻ്റെ അമ്മയുടെ അതേ മുഖച്ഛായ ഉള്ളയാൾ, തൻ്റെ ബാല്യങ്ങൾക്ക് ഉത്സവപ്പറമ്പിലെ നിറങ്ങൾ പകർന്നയാൾ, അല്ലെ, ബാല്യങ്ങൾക്ക് നിറം പകർന്നു മാധവൻ്റെ. തൻ്റെ തമാശകൾക്ക് അമിട്ട് പൊട്ടും പോലെ ചിരിച്ചു തിമിർത്തയാൾ. അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് വെറും 2 മണിക്കൂറാണ്. അതിനായി അയാൾ 3-4 നേരം വരികയും ചെയ്തു. എന്നിട്ടൊടുവിൽ പരത്തി പറയേണ്ടതെല്ലാം 2 മണിക്കൂറിൽ പറഞ്ഞു തീർക്കേണ്ടവയെല്ലാം 2 വരികളിൽ ഒതുക്കി വയ്ക്കുകയായിരുന്നു അദ്ദേഹം, അല്ലേ. 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കണമായിരുന്നു അച്യുതമാമയ്ക്ക് മാധവനോട്. മാധവാ, എൻ്റെ ഭാര്യ മരിച്ച ശേഷം മക്കളൊന്നും എന്നെ നോക്കുന്നില്ല, ഞാൻ യാത്ര പോവുകയാണ്. ആ ഒരു വിശേഷങ്ങൾ പറയാൻ വേണ്ടി മാധവൻ്റെ അടുത്ത് 2 മണിക്കൂർ അച്യുതമാമ ചോദിച്ചു. പക്ഷെ അത് കൊടുക്കാൻ മാധവൻ്റെ കയ്യിൽ സമയമില്ല. അതുകൊണ്ട് കത്തിൽ എഴുതി വെച്ചു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപയും കൊടുത്ത് ആരോടും പറയാതെ യാത്ര പോകുന്ന, മലയാളികളുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന, കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കഥാപാത്രമായി ആര് മാറുന്നു? നമ്മുടെ അച്യുതമാമ മാറുന്നു. ഇനിയാണ് മാധവൻ എന്ന കഥാപാത്രം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അങ്ങേയറ്റം സ്വാർത്ഥനായ, ആധുനിക ലോകത്ത്, തിരക്കേറിയ ലോകത്ത് പണത്തിൻ്റെ പിറകെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? നമ്മുടെ മാധവൻ്റെ കഥാപാത്രം മാറുന്നതാണ് വസ്തുത. കഥാനായകൻ തൻ്റെ തിരക്കുകളുടെ അതിപ്രസരം മൂലം സ്വന്തം കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യാനോ ജീവിതത്തിൻ്റെ ഒരു നേരങ്ങൾ പോലും ആസ്വദിക്കാനോ കഴിയുന്നില്ല എന്നതിനുള്ള തെളിവുകളാണ് കഥയിലുടനീളം കാണുന്നത്, അല്ലേ. ജീവിതത്തെ ആസ്വദിക്കാത്ത ഒരു കഥാപാത്രമായി ആര് മാറുന്നു? മാധവൻ മാറുന്നു. ആ ഒരു കൊച്ചുകുട്ടി പറയുന്നുണ്ട് ആ അച്യുതമാമയോട്, അച്യുതമാമയോടൊന്നും എൻ്റെ അച്ഛൻ സംസാരിക്കില്ല, എൻ്റെ അച്ഛൻ എന്നോട് തന്നെ സംസാരിക്കാൻ സമയമില്ല, പിന്നെ എങ്ങനെയാ അച്യുതമാമയോട് സംസാരിക്കുക എന്നാ കൊച്ചുകുട്ടി പോലും പറയുന്നുണ്ട്. അപ്പോൾ മാധവൻ്റെ ഭാര്യ പറയുന്നുണ്ട്, അതെ, എന്നോട് പോലും സംസാരിക്കാൻ മാധവന് സമയമില്ല. തൻ്റെ മക്കളോടോ തൻ്റെ ഭാര്യയോടോ പോലും സംസാരിക്കാൻ സമയമില്ലാതെ പണത്തിൻ്റെയും ജോലിയുടെയും തിരക്കിൻ്റെ പിന്നാലെ പോകുന്ന, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിക്കാതെ പോകുന്ന, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന കഥാപാത്രമായി മാധവൻ മാറുന്നു, അല്ലേ. അത്രയും തൻ്റെ ആരോഗ്യത്തെ പോലും, ഡോക്ടറെ പോലും കാണാൻ സമയമില്ല മാധവന്. അത്രയും തിരക്കിൻ്റെ ഒരു പ്രതീകമായി മാധവൻ മാറുകയാണ്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത കഥാപാത്രമായി മാധവൻ മാറുകയാണ്. പ്രഭാത ഭക്ഷണം കഴിക്കുകയല്ല, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. മക്കളെ, ഏതാണ് മക്കളെ? പ്രഭാത ഭക്ഷണം കഴിക്കാതെ വിഴുങ്ങുകയാണ്. അത്രയും തിരക്കാ. ഈ പ്രഭാത ഭക്ഷണം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കേണ്ട പകരം ഇങ്ങനെ
ഇങ്ങനെ വിഴുങ്ങാണ്. അത്രയും രാവിലത്തെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കേണ്ടതിന് പകരം വിഴുങ്ങിയിട്ട് പെട്ടെന്ന് ഓഫീസിലെത്തണം, അത് ജോലി ചെയ്യണം, പണം സമ്പാദിക്കണം. ഇന്നത്തെ കാലത്തിൻ്റെ റോബോട്ടായി മാറുന്ന ഒരു മനുഷ്യൻ്റെ പ്രതീകമായി ആര് മാറുന്നു? മാധവൻ മാറുന്നു. മനസ്സിൽ യാതൊരുവിധ സ്നേഹമോ നന്മയോ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ചിന്തയില്ലാത്ത കഥാപാത്രമായി മാധവൻ മാറുന്നുണ്ട്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇടങ്ങളും സമയവുമാണല്ലോ ഭക്ഷണ നേരങ്ങൾ. അവിടെ പോലും രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കാനോ തൻ്റെ ചുറ്റുമുള്ളവരോട് മനസ്സ് തുറക്കാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല. തൻ്റെ ചുറ്റിലുമുള്ളവരോട് മനസ്സ് തുറക്കാനോ അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനോ ആർക്ക് സാധിക്കുന്നില്ല മക്കളെ? മാധവന് സാധിക്കുന്നില്ല. തൻ്റെ ബാല്യത്തിൻ്റെ സന്തോഷങ്ങളുടെ ആണിക്കല്ലായ തൻ്റെ അമ്മാമ നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയതാണ്. അദ്ദേഹത്തിനോട് ചേർന്നിരിക്കാനോ കുശലം പറയാനോ അയാൾ സമയം കണ്ടെത്തിയില്ല. നാളുകൾക്ക് ശേഷം തന്നെ തേടി വന്ന തൻ്റെ അമ്മാമ ഒരുപാട് കാലമായി മാധവനെ തേടി വന്നിട്ട് അച്യുതമാമയെ വീട്ടിലേക്ക് സൽക്കരിച്ച് ഒരു 2 മണിക്കൂർ ആവശ്യപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ ആർക്ക് കഴിയുന്നില്ല? മാധവന് കഴിയുന്നില്ല. അവസാനം ഒരു ഞായറാഴ്ച ഫോണുകളെല്ലാം തന്നെ ഓഫാക്കി വെച്ചിട്ടും തൻ്റെ കമ്പനിക്കാരെ വിളിച്ചപ്പോൾ അവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയും അച്യുതമാമയെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത ഒരു സ്വാർത്ഥത നിറഞ്ഞ കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? നമ്മുടെ കഥയിലെ നമ്മുടെ മാധവൻ മാറുന്നു. അത്തരത്തിൽ ഇന്നത്തെ കാലത്ത് വ്യക്തിബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യരുടെ പ്രതീകമായി മാധവൻ മാറുന്നുണ്ട്. നൈമിഷികമായ മനുഷ്യ ജീവിതത്തിൽ കുറച്ച് സമയം മാത്രമേ മനുഷ്യന് സ്വന്തമില്ല അല്ലേ? എപ്പോൾ വേണമെന്ന് നമ്മൾ തട്ടിപ്പോവാം. ആ ഒരു കാലത്തിലാണ് നമ്മൾ പിടിവാശിയും സ്വാർത്ഥതയും ഒക്കെ പിടിക്കുന്നത്. അതിൻ്റെ അർത്ഥവുമില്ല. മാക്സിമം എല്ലാവരും സ്നേഹിക്കുക. ഇവിടെ അച്യുതമാമ അതാ ചെയ്യുന്നത്, എല്ലാവരും സ്നേഹിക്കുകയാണ്, ഒരു പരാതിയോ പരിഭവവും ഇല്ലാതെ. പക്ഷേ മാധവൻ പണത്തിൻ്റെ പിറകെ സഞ്ചരിക്കുകയാണ്. നൈമിഷികമായ മനുഷ്യ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തെയോ ചുറ്റുപാടുകളെയോ കാണാനുള്ള കണ്ണുകൾ അയാൾക്കില്ലാതെ പോകുന്നു. അവർക്കൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ മാത്രമായിരിക്കും ജീവിതത്തിൽ ഒടുവിൽ ബാക്കിയാവുക എന്ന തിരിച്ചറിവ് ആധുനിക സമൂഹത്തിൽ നഷ്ടമായി തുടങ്ങിയിരിക്കുന്നു എന്നതിനുള്ള തിരിച്ചറിവ് നൽകുകയാണ് ഈ കഥ. അതായത് നമ്മുടെ ജീവിതം പെട്ടെന്ന് അങ്ങ് അവസാനിക്കും അല്ലേ? ഈ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഹൃദയം, അതൊന്നും ഇടിക്കാണ്ടായി നമ്മൾ തീരൂലടാ. ഒരു പാണ്ടിൽ ഒരു ഒറ്റിടിയാ നമ്മളവിടെ വടിയായില്ലേ അല്ലേ? ഒരു പ്രളയം വന്നാൽ മതി, നമ്മൾ തലറിഞ്ഞ് വീണാൽ മതി, നമ്മൾ വടിയായില്ലടാ. ഒരു പാമ്പ് കൊത്തിയാൽ മതി. ജീവിതം അത്രയേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിൽ വലിയ പ്ലാനിങ് ഒന്നും വേണ്ട. നമുക്കുള്ള ഈ സമയം ആസ്വദിച്ച് ആൾക്കാരൊപ്പം സ്നേഹിച്ച് സഹായിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുക. ഈ കഥയിലേക്ക് വരുമ്പോൾ മാധവൻ തിരക്ക് മൂലം മനുഷ്യബന്ധങ്ങൾക്ക്, വ്യക്തിബന്ധങ്ങൾക്ക്, സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാത്ത കഥാപാത്രമാവുകയും അച്യുതമാമ സ്നേഹബന്ധത്തിനും കുടുംബബന്ധത്തിനും വ്യക്തിബന്ധത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കഥാപാത്രമായി മാറുകയും ചെയ്യുന്നു. അത്തരത്തിൽ KP രാമൻ ഉണ്ണിയുടെ അച്യുതമാമ എന്ന കഥയിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് അച്യുതമാമയും മാധവനും. ഈ 2 കഥാപാത്രങ്ങളുടെ മക്കൾ പഠിച്ചിട്ട് പോകണം. ഉറപ്പായും 9ാം ക്ലാസ്സിൻ്റെ മലയാളം ഫസ്റ്റിൻ്റെ എക്സാമിലേക്ക് വരുമ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ മക്കൾ അടിപൊളിയായി ഉഷാറായി എത്തണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ ബൈ.